ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്നറിയാവോന്നേ, നല്ല തേനെടുക്കാൻ പോയാലോ? നല്ല നാടൻ ചെറുതേൻ. എങ്ങനെ നമുക്ക് ചെറുതേനീച്ചപ്പെട്ടി തുറക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു കൂടെടുത്തു. ആ കൂട്ടിലുള്ള ഈച്ചകളെയൊക്കെ നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാം. മെല്ലെ ഇങ്ങനെ കൊട്ടി കൊടുക്കുമ്പോൾ ആ ഈച്ചകളൊക്കെ ഈ കുപ്പിക്കകത്തേക്ക് വന്ന് കയറുന്നുണ്ട് കേട്ടോ. രസമുണ്ട് കേട്ടോ കയറുന്ന കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവന്മാരെ നമ്മൾ സൂക്ഷിച്ച് ഭദ്രമായി മാറ്റി വെച്ചു. ചെറിയൊരു ഹോളൊക്കെ ഇട്ടിട്ട് അവന്മാരെ ആ കുപ്പിയിലാക്കി മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് പെട്ടി തുറക്കണം. പെട്ടി തുറക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. യാതൊരു വക കേടും പറ്റാതെ വേണം നമുക്ക് തുറക്കാൻ. ഈച്ച ഉണ്ടാവും, തേനുണ്ടാവും, മുട്ടയുണ്ടാവും. അപ്പോൾ അതിനെ ഒന്നും പറ്റാതെ വേണം നമുക്ക് തുറന്നെടുക്കാൻ. നല്ല പാടായിരുന്നു കേട്ടോ പെട്ടി തുറക്കാനായിട്ട്. അതിൻ്റെ പശയൊക്കെ ഉള്ള കാരണം നല്ലപോലെ ടൈറ്റായിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ മെല്ലെ പെട്ടി തുറന്നു. പെട്ടി തുറക്കുമ്പോൾ കാണുന്നതോ കുറേ മുട്ട കാണാനുണ്ട്, പിന്നെ കുറച്ച് പൂമ്പൊടി കാണാനുണ്ട്, പിന്നെ നല്ല തേനും കാണാനുണ്ട്. അതിനുള്ളിൽ കിടന്ന തേനീച്ചയൊക്കെ കിടന്നിങ്ങനെ പാറി പറക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ നമുക്കിനി വേണ്ട അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഈ മുട്ടേനെയൊക്കെ നമുക്ക് വേറൊരു കൂട്ടിലേക്ക് മാറ്റണം. അങ്ങനെ മുട്ട പൊട്ടാതെ വേണം നമുക്ക് ഓരോന്നും എടുത്ത് മാറ്റി വെക്കാനായിട്ട്. വേറൊരു കൂട്ടിലേക്ക് പകർത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് തേനെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഓരോന്നായിട്ട് പതുക്കെ എടുത്ത് വേറൊരു കൂട്ടിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മൾ മുട്ടയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ തേൻ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് വീണ്ടും കൊണ്ട് കുറച്ച് കാര്യങ്ങളും കൂടി കേട്ടോ. ഇതാ നല്ല മെല്ലെയാണ് സൂക്ഷിച്ചാണ് ചെയ്യുന്നത്. പിന്നെ റാണി ഈച്ചിനെ കാണാനുണ്ടായിരുന്നില്ല കേട്ടോ. ചിലപ്പോൾ അത് ആ മുട്ടയ്ക്കുള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ തേനെല്ലാം കൂടി നമ്മൾ ഈ പാത്രത്തിലേക്ക് മാറ്റി തേനീച്ചയൊക്കെ പറന്ന് കളിക്കുന്നുമുണ്ട്. ഈ മാറ്റിയ തേൻ എന്ത് ചെയ്യണമെന്നറിയോ? വേറൊരു ബൗളിലേക്ക് മാറ്റണം. അതിന് മുന്നേ ആ ബൗളിൻ്റെ മുകളിൽ ഒരു കോട്ടൺ തുണി വെച്ച് കെട്ടിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇതിലുള്ള അഴുക്കൊക്കെ ഉണ്ടല്ലോ, ഈ തേനീച്ചയുടെ അടയും അതുപോലെ തന്നെ ഈച്ചയൊക്കെ അങ്ങനെ ചില സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പോയി നമുക്ക് നല്ല ശുദ്ധമായ തേൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. വെയിലത്ത് വെച്ചാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല ശുദ്ധമായ നാടൻ ചെറുതേൻ. എങ്ങനെയുണ്ട്?